മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ CBI ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം ജാമ്യത്തിനുള്ള സ്റ്റേ ചോദ്യം ചെയ്തുള്ള ഹർജി കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ചു. CBI കേസും കൂടി ഉൾപ്പെടുത്തി പുതിയ ഹർജി സമർപ്പിക്കാമെന്ന് അഭിഷേക് സിംഗ്വി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, നിലവിൽ പുതിയ സർക്കാർ, മോദി സർക്കാർ മൂന്നാമത് അധികാരത്തിലേറുന്നു. അതിന് പിന്നാലെ പുതിയ CBI കൂടി മദ്യനയ കേസിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അന്വേഷണ ഏജൻസികളെ വീണ്ടും ഇങ്ങനെ ഉപയോഗിക്കുമെന്ന് തന്നെ വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു തരത്തിലും കെജ്രിവാളിനെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ എന്ന് തോന്നുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? സിജു സൂചിപ്പിച്ച പോലെ തന്നെ ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെതിരെ കൂടുതൽ കുരുക്കുകൾ മുറുക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വിചാരണ കോടതി നൽകിയ ജാമ്യം കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ന് സുപ്രീം കോടതിയിൽ പുതിയ ഹർജി, ആ ഹർജിയിൽ വാദം പുരോഗമിക്കാൻ അല്ലെങ്കിൽ വാദം തുടങ്ങാനിരിക്കെയാണ് ഇത്തരത്തിലൊരു തിടുക്കപ്പെട്ട നീക്കത്തിലേക്ക് CBI അടക്കം പോകുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് തിഹാർ ജയിലിലെത്തി കെജ്രിവാളിനെ കണ്ട് CBI ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. അതിനുശേഷം ഇന്ന് രാവിലെ റോസ് അവന്യൂ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുകയായിരുന്നു. കൃത്യമായും കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ള, അറസ്റ്റ് ചെയ്യുക എന്നുള്ള നീക്കം തന്നെയാണ് CBI നടത്തിപ്പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെ രാവിലെ കോടതിയിൽ ഹാജരാക്കി നടപടികൾ പുരോഗമിക്കവേ കസ്റ്റഡി അപേക്ഷ നൽകുകയുണ്ടായി. കസ്റ്റഡി അപേക്ഷയ്ക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. CBI അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ അഭിഭാഷകൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയിൽ സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട സാക്ഷി എന്ന നിലയിലാണ്. എന്നാൽ എങ്ങനെയാണ് ചോദ്യം ചെയ്യലിന് ശേഷം 9 മണിക്കൂറിന് ശേഷം അദ്ദേഹം ഈ കേസിൽ പ്രതിയായി മാറുന്നത് എന്നുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതേസമയം ഇവർ ആവശ്യപ്പെടുന്നത് ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങൾ CBIക്ക് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട, കേസ് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ തങ്ങൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ഈ അറസ്റ്റ് ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ CBI വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മദ്യനയ കേസിൽ CBI അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു.